ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI Mania. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നമ്മുടെ അഡോബ് ഫിഗ്മ ഏറ്റെടുക്കുന്ന കാര്യം. ഒരുപാട് ചാനലുകളിലും ഒരുപാട് സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായ ചർച്ചകൾ കണ്ടു. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോസ്റ്റുകൾ, അത് വളരെ കോമിക്കായിട്ടുള്ള പോസ്റ്റുകൾ, വളരെ സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ, അങ്ങനെ ഇതൊരു വളരെ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇപ്പോഴും ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു വിഷയം പല രീതിയിൽ പല ആൾക്കാരിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം, അഡോബിൻ്റെ വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫിഗ്മയുടെ വെബ്സൈറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റം വരാൻ പോകുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയുള്ള കുറേ ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കുറേ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലല്ല, അത് വലിയ ഓരോ കമ്പനീസുകളുടെ ഓരോ നിയമങ്ങളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ പലതും സംഭവിക്കാം. ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഭയങ്കരമായ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ആ ഒരു ഡിസൈൻ ടൂളിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും തന്നെ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സൈഡുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ലിങ്കുകളിലും ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിലും വന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ് സൈഡോ ഒന്നും പറയുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. കേരളത്തിൽ ഒരുപാട് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾക്കിപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ UI/UXലേക്ക് വരുന്നുണ്ട്, ഗ്രാഫിക്സിൽ നിന്നൊക്കെ. അതിനോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾ പുതുതായിട്ട് UI/UXലേക്ക് പഠിക്കാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് പേര് ചോദിക്കുന്നൊരു സംശയമാണ്, ഈ ഫിഗ്മ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയെ ബാധിക്കുമോ, ഈ ഒരു ഡിസൈൻ ഇൻഡസ്ട്രി ഇല്ലാതാകുമോ, അല്ലെങ്കിൽ UI/UX എന്ന് പറയുന്നത്, ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് ഇവിടുന്ന് ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു മാർക്കറ്റായി മാറും എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടായി മാറി കുറേ ആൾക്കാരിൽ, പ്രത്യേകിച്ചും കുറച്ച് ഫ്രഷേഴ്സായിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തിന് കേവലം ഫിഗ്മ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിസൈൻ ഇൻഡസ്ട്രി മാറുകയാണ്, ഞാൻ മറ്റെന്തെങ്കിലും പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പോലെ എനിക്ക് എടുത്ത് പറയേണ്ടിയുണ്ട് ഈ ഒരു അവസ്ഥയിൽ. കാര്യം അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഫിഗ്മ എന്ന് പറയുന്നൊരു ടൂളിനെ ഒരുപാട് നാളുകളായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞു. അത് ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാരായിരുന്നാലും അതിൽ ഓൾറെഡി കറൻ്റ്ലി മാർക്കറ്റിലുള്ളവരും അതുപോലെ പുതുതായിട്ട് വന്നവർക്കൊക്കെ ആ ഒരു ടൂൾ അത്രത്തോളം വളരെ ഫെമിലിയറായി അല്ലെങ്കിൽ അത്രത്തോളം വളരെ ഇഷ്ടമായി എന്നുള്ളായിരുന്നു ഏകദേശം എടുത്തു പറയേണ്ടുന്ന ഒരു വലിയ സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു ഡിസൈൻ ചാനൽ എന്ന നിലയിൽ, മലയാളികൾക്കിടയിൽ ഇപ്പം കേരളത്തിൽ UI/UXനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ചിന്തിക്കുന്ന, നെഗറ്റീവായി ചിന്തിക്കുന്ന പുതുതായി വരുന്ന ആൾക്കാരോട്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാരും ഡിസൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിസൈൻ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ടൂൾ പഠിക്കുക എന്നുള്ളതാണ് എല്ലാ ആൾക്കാരിലും, നല്ലൊരു ശതമാനം ആൾക്കാരിലും ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി മനസ്സിൽ സേവായി കിടക്കുന്നത്. ഈ ഒരു ചിന്താഗതിയാണ് ഒരു ഡിസൈൻ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഒരു പ്രശ്നക്കാരൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസൈനിങ് എന്ന് പറയുന്നത്, ഓർക്കുക, നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനാണ്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ പുതിയൊരു ഡിജിറ്റൽ പ്രോഡക്റ്റായിട്ടോ ഫിസിക്കൽ പ്രോഡക്റ്റായിട്ടോ മറ്റുമൊക്കെ പുറത്ത് ആവിഷ്കരിക്കാനുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു കഴിവ് ആണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. പക്ഷേ അഡോബ് XDയോ ഫിഗ്മയോ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ, അതായത് നമ്മുടെ പണിസാധനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ചും പുതുതായിട്ട് ഫീൽഡിലേക്ക് വരുന്ന ഡിസൈനേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കാനെന്നാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ പറയുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ UI ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ഹാൻഡിൽ, പിന്നെ അതുപോലെ തന്നെ ജിംബിൽ അല്ലെങ്കിൽ മറ്റുള്ള അക്ഷൂറിൽ, അങ്ങനെ ഒരുപാട് ടൂളുകൾ നമ്മൾ കുറേ നാളുകളായിട്ട് ഈ മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട് ഡിസൈനിങ്ങിനായിട്ട്. അപ്പോൾ ഈ ടൂളുകളൊക്കെ തന്നെ ഒന്ന് മാറി മറ്റൊന്ന് വരുന്നു, അതിനും മെച്ചപ്പെട്ട് മറ്റൊന്ന് വരുന്നു, അതിനേക്കാൾ കൂടുതൽ ഓപ്ഷനോടുകളും അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജോടുകൂടി പുതിയ ടൂളുകൾ മാർക്കറ്റിൽ വരുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഡിസൈൻ ടാലൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കുറച്ച് സാധ്യതകൾ മാറുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കോമണായ കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ മാറി വരുന്നു എന്നുണ്ടെങ്കിലും ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ടൂൾ പഠിക്കലല്ല എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഡിസൈൻ ടൂൾ
ടൂളായിരുന്നാലും നമ്മളൊരു ടൂളായിട്ട് കൺസിഡർ ചെയ്യുക, അതായത് ഒരു ഡിസൈൻ ടൂളായിട്ട് പരിഗണിക്കുക. അതിൽ നിന്ന് മെച്ചപ്പെട്ട മറ്റൊരു ടൂൾ വരുന്ന സമയത്ത് ആ ടൂൾ കരസ്ഥമാക്കാനുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. അതിനേക്കാൾ മികച്ച ഓപ്ഷൻസുകളോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച സോഫ്റ്റ്വെയറുകൾ രംഗത്തെത്തുമ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മളത് പഠിച്ചെടുത്ത് അതിലേക്ക് കയറി മുന്നോട്ട് പോകാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളിലുണ്ടെങ്കിൽ ടൂളല്ല ഡിസൈൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും നിങ്ങൾ ഓർത്തിരിക്കുക, ഡിസൈൻ ചെയ്യുന്ന പല ആൾക്കാരുണ്ടെങ്കിലും പല ഡിസൈനേഴ്സ് ഉണ്ടെങ്കിലും അവരൊക്കെ തന്നെ ഏത് ടൂളിൽ ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം. ഇപ്പോൾ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള പല മൊബൈൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഊബറോ സൊമാറ്റോയോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആ ഡിസൈൻസുകൾ ഫിഗ്മയിൽ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായതെന്നില്ല. ആ ഒരു ഡിസൈൻ അഡോബ് എക്സ്റ്റിയിൽ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായതെന്നില്ല. ആ ഡിസൈൻ ഐഡിയകൾ അല്ലെങ്കിൽ ആ കാണുന്ന ഇൻ്റർഫേസുകൾ അത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എന്തിൽ ചെയ്തു എന്നുള്ളതിലല്ല കാര്യം. ആ ഒരു ഡിസൈൻ ആശയത്തിലാണ്, ആ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിലാണ് കാര്യം. ഈവൻ നമ്മുടെ പവർ പോയിൻറ്റിൽ പോലും ഡിസൈൻസുകൾ ഇപ്പോഴും ചെയ്യുന്ന പല ആൾക്കാരെ എനിക്കറിയാം. പവർ പോയിൻറ്റിൽ പോലും വളരെ ക്രിയേറ്റീവായിട്ട് വളരെ കളർഫുള്ളായിട്ട് ഡിസൈൻസുകൾ ചെയ്യുകയും ആ ഡിസൈൻസുകൾ പിന്നെ മറ്റൊരു വിഭാഗക്കാരായ ഡെവലപ്പേഴ്സ് അത് കണ്ട് അതിന് അതേപോലെ ഡെവലപ്പ് ചെയ്ത് ഡിജിറ്റൽ പ്രോഡക്റ്റുകളായിട്ട് പുറത്തിറങ്ങുന്ന പല ഡിസൈനേഴ്സിനും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഫിഗ്മയോ അല്ലെങ്കിൽ അഡോബ് എക്സ്റ്റിയോ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അവരെ മാത്രം ആശ്രയിച്ച് സ്നേഹിച്ച് മാത്രം നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയെ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഡിസൈനെ സ്നേഹിക്കുക, നിങ്ങളുടെ ഡിസൈൻ ചെയ്യാനുള്ള ടാലൻറ്റിനെ സ്നേഹിക്കുക. അതിനുശേഷം നിങ്ങളോടൊപ്പം എന്ത് ടൂളുകൾ വന്നാലും നിങ്ങളോടൊപ്പം നിങ്ങൾ ചേർത്ത് നിർത്തുക. അതിൽ പുതിയ ടൂളുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക, അത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അത്ര മാത്രമേ നിങ്ങൾ പരിഗണിക്കാവൂ. മറ്റെന്ത് മേഖല എടുത്ത് നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റ്, നല്ല രീതിയിൽ പടം വരയ്ക്കാൻ അറിയാം അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുറച്ച് ബ്രഷുകളും കുറച്ച് പേപ്പറുകളും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറച്ച് ടൂൾസുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണും. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രഷ് ഒരു കമ്പനി ഇവിടത്തെ നിർത്തുകയാണെന്ന് സങ്കല്പിക്കുക. ആ ഒരു ബ്രഷ് നിർത്തിയെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പോയി എന്നല്ല അർത്ഥം. അദ്ദേഹം വരച്ചുകൊണ്ടിരുന്ന ഒരു ബ്രഷ് കമ്പനി സ്റ്റോപ്പ് ചെയ്തു, ദാറ്റ്സ് ഓൾ. അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അതൊരിക്കലും ബാധിക്കുന്നില്ല. അങ്ങനെ ഏതൊരു മേഖല എടുത്ത് നോക്കിയിരുന്നാലും ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുള്ള ഒരു വേളയല്ല ഇത്, ജസ്റ്റ് ഒരു വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഏതൊരു മേഖല നിങ്ങൾ എടുത്ത് നോക്കിയിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു കാർപ്പൻ്റർ മേഖലയിലേക്ക് നിങ്ങൾ പോയി നോക്കുക, അവർ ഉപയോഗിച്ചിരുന്ന ഒരു 10 വർഷത്തിന് മുമ്പേ ഉപയോഗിച്ചിരുന്ന ടൂൾസുകളല്ല ഇന്ന് ഇൻഡസ്ട്രിയിലുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടൂൾസുകളാണ് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടൂൾ മാറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർപ്പൻ്റർ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഉള്ളിലെ ഒരു ആർട്ടിസ്റ്റിക്കൽ ടാലൻറ്റോ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവോ അവിടെ നശിക്കുന്നില്ല. അദ്ദേഹത്തിന് പുതിയൊരു ടൂളിലേക്ക് മാറി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓരോ ഡിസൈനിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ ആശയങ്ങൾക്കും പുതിയ പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റിയിലും ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധ. ഒരിക്കലും നിങ്ങളുടെ ഡിസൈൻ ടാലൻറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൂളിൽ ഡിപ്പെൻഡ് ആയി പോകരുത്. അപ്പോൾ ഈ ഒരു പുതിയൊരു മാറ്റം ഒരു നല്ലൊരു മാറ്റത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കട്ടെ. വേറെ വ്യത്യസ്തമായ രീതിയിലുള്ള വേറൊരു ലെവലിലേക്ക് പോകാനോ മറ്റുള്ളവരിലേക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊരു ടൂളായി മാറാനോ ഒരിക്കലും ഇത് പോകുന്നില്ല. കാരണം അഡോബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെയേറെ സ്നേഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് നമ്മുടെ അഡോബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫിഗ്മ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടരും എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് അഡോബിലൂടെ നല്ല രീതിയിൽ നല്ലതുപോലെ നമുക്കിടയിൽ വീണ്ടും അത് തുടരട്ടെ. എല്ലാ വിധത്തിലും അത് മറ്റുള്ളവർക്ക് സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും കഴിയട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടൂൾ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് എന്ത് ടൂൾ വന്നാലും ഡിസൈൻ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറാൻ വേണ്ടി ഒരു വീഡിയോയിലൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഫിഗ്മ എന്നുള്ള ടൂൾ പോലെ തന്നെ ഫിഗ്മയ്ക്കുള്ള ഒരുപാട് മറ്റുള്ള ഓൾട്ടർനേറ്റീവ് ടൂൾസുകളും നിങ്ങൾക്ക് രംഗത്ത് കാണാം. അത്രത്തോളം പ്രൊഫഷണൽ അല്ലെങ്കിലും അത്രത്തോളം ഒരു വളരെ ഫേമസ് അല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഓപ്പൺ സോഴ്സ് ടൂളുകൾ മാർക്കറ്റിലുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലുനാസി എന്ന് പറയുന്ന ടൂളിനെ കുറിച്ച്. അതുപോലെ തന്നെ പല ടൂളുകൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് alternative2.net എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ വന്ന് നിങ്ങൾ ജസ്റ്റ് ഫിഗ്മ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ടൂൾസുകൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത്. അതിലിപ്പോൾ പെൻപോട്ട് എന്ന് പറയുന്നത് നല്ലൊരു ടൂളാണ്, വളരെ മികച്ചൊരു ടൂളാണ്. അതാണ് ഞാൻ ഈ കാണിച്ച വെബ്സൈറ്റ്. അത് നല്ല രീതിയിൽ ഇപ്പോൾ പെൻപോട്ട് എന്ന് പറയുന്ന ഒരു ടൂള് ഒരുപാട് ഡിസൈൻ ഫംഗ്ഷനുകളും അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ
പലതരത്തിലുള്ള ടൂൾസുകൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട് മാർക്കറ്റിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരിക്കലും ഒരു ടൂളിൽ തീരുന്ന ഒരു ലോകമല്ല ഡിസൈൻ ഇൻഡസ്ട്രി എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാനും കൂടി അവസാനമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പുതിയ ടൂളിനെ നിങ്ങൾക്ക് ആശ്രയിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഉള്ള ടൂളിൻ്റെ പുതിയ മാറ്റത്തിനൊത്ത് ആ മാറ്റത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ട് നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രി, നമ്മുടെ ഡിസൈൻ പാഷൻ തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാവരും നല്ലതുപോലെ ഡിസൈൻസുകൾ ഉണ്ടാക്കുന്ന ഡിസൈൻ ടാലൻറ്റിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അതിന് വേണ്ടുന്ന ജസ്റ്റ് പണിസാധനങ്ങൾ അഥവാ ടൂൾസ് ആയിട്ട് മാത്രം നമ്മുടെ എക്സ്ടിയും ഫിഗ്മയൊക്കെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനോട് എന്ത് കമൻറ്റുകൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആശയങ്ങളുണ്ടായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ഓരോ ചിന്താഗതികളുണ്ടായിരിക്കും. എന്തായിരുന്നാലും ഇവിടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഡിസൈനിങ്ങിൽ മുന്നോട്ട് പോയിക്കൊള്ളുക. എല്ലാവർക്കും കഴിയുന്നത്ര ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.